യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരുമായിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും. അടുത്ത ഭാഗമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി ആധാരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും നീ അറിയും. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും നീ അറിയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരോടായി എനിക്ക് പറയുവാനുള്ളത്, യഹോവയായ ദൈവം സത്യദൈവമാണെന്ന്, ജീവനുള്ള ദൈവമാണെന്ന്, വിടുവിക്കുന്ന ദൈവമാണെന്ന്, സൗഖ്യം നൽകുന്ന ദൈവമാണെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർ അറിയുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഒന്നാമതായിട്ട് ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന് നാം അറിയും. അതോടൊപ്പം തന്നെ കാത്തിരുന്നാൽ, പ്രൈസ് ദി ലോർഡ്, ലജ്ജിച്ചു പോകാതെ, നമ്മുടെ മുഖം വാടാതെ, നമ്മുടെ ശിരസ് നമിച്ചു പോകുവാൻ, കുനിഞ്ഞു പോകുവാൻ ഇടയാകാതെ, ലജ്ജിച്ചു പോകാതെ, നമ്മുടെ ശിരസിനെ ഉയർത്തിപ്പിടിക്കുന്ന, നമ്മുടെ അഭിമാനത്തെ മുറിവേൽപ്പിക്കാതെ, ക്ഷതം സംഭവിക്കാതെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് നാം അറിയുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അവിടെ വ്യക്തിപരമായിട്ട് പറയുന്നത്, നീ അറിയും, നീ അറിയാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവർ അല്ല, ഇത് കഴിഞ്ഞ് പിന്നീട് ഈ വീഡിയോ കാണുന്നവർ, ഈ മെസ്സേജ് കേൾക്കുന്നവർ, സ്തോത്രം, യഹോവയായ ദൈവം തന്നെയാണ്, സ്തോത്രം, സത്യദൈവമെന്ന്, ജീവനുള്ള ദൈവമെന്ന് അറിയുകയും ആ യഹോവയായ ദൈവത്തെ കാത്തിരിക്കുകയാണെങ്കിൽ അവൻ നിശ്ചയമായി വിടുവിക്കുന്നവനാണ്, സൗഖ്യം നൽകുന്നവനാണ്, നമ്മെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവനാണ് എന്ന് നിശ്ചയമായിട്ടും അറിയും എന്ന് നീ അറിയും. സ്തോത്രം, എന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. ഞാൻ പറയുകയല്ല, കർത്താവിന്റെ വചനം പറയുകയാണ്. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് തന്നെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഇവിടെ കാണുന്നത് യഹോവയായ ദൈവം തന്റെ ജനത്തോട് പറയുന്ന ഒരു വാഗ്ദത്തത്തെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഒരു വാഗ്ദത്തത്തെ, ഒരു പ്രോമിസ് നമുക്ക് അവിടെ കാണാൻ കഴിയുകയാണ്. ദൈവം നൽകുന്ന പ്രോമിസ്, മനുഷ്യർ നൽകുന്ന പ്രോമിസ്, രണ്ടിനെയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ അതിലുള്ള അന്തരം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഹല്ലേലൂയ. മനുഷ്യരും പല സാഹചര്യങ്ങളിലും പലരോടും പല പ്രോമിസസ് നൽകാറുണ്ട്. സ്തോത്രം, അല്ലേ? നമ്മുടെ പ്രത്യേകം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇലക്ഷൻ കാലയളവ് കടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ സ്ഥാനാർത്ഥികളായി വരുന്ന ഓരോ പാർട്ടികളുടെയും പ്രതിനിധികളായി, സ്ഥാനാർത്ഥികളായി ഓരോ മണ്ഡലങ്ങളിൽ നിൽക്കുന്നവർ പറയുന്ന വാക്കുകൾ, പ്രത്യേക ഇലക്ഷൻ കാലയളവിൽ അവർക്ക് വോട്ട് പിടിക്കേണ്ടതിനു വേണ്ടി അവർ പറയുന്നതായ കാര്യങ്ങൾ, അവരുടെ വാക്കുകൾ, അവരുടെ പ്രോമിസസ്, പല രീതിയിലുള്ള പ്രോമിസസ് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അതൊന്നും അവർ ഭരണത്തിൽ വന്നാൽ, അവർക്ക് വോട്ട് കിട്ടി അവർ ജയിച്ചു കഴിഞ്ഞാൽ നടത്തപ്പെടുന്നതായോ അല്ലെങ്കിൽ അവരത് ചെയ്തു തരുന്നതായോ എങ്ങും കാണുവാൻ കഴിയുകയില്ല. നാമമാത്രമായ ചില വിഷയങ്ങൾ ചെയ്തു തന്നേക്കാം. പക്ഷേ അവർ പറയുന്നതിൽ ഭൂരിഭാഗവും മറന്നു കളയുകയോ ഉപേക്ഷിച്ച് കളയുകയോ, അങ്ങനെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സ്ഥാനാർത്ഥികളെയും പാർട്ടിക്കാരെയും നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പം മനുഷ്യർ വാഗ്ദത്തം നൽകിയാൽ അല്ലെങ്കിൽ ഒരു പ്രോമിസ് നൽകിയാൽ അത് ചിലപ്പോൾ നിവർത്തീകരിക്കപ്പെടണമെന്നില്ല. ചില കാര്യങ്ങളാണ്. പക്ഷേ ദൈവം പറയുന്ന പ്രോമിസസ് അങ്ങനെയല്ല. കർത്താവ് നൽകുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് മനുഷ്യർ നൽകുന്ന വാഗ്ദാനം പോലെയല്ല, പൊള്ളയായ വാഗ്ദാനമല്ല കർത്താവ് നൽകുന്നത്, ദൈവം നൽകുന്നത്. ദൈവം ഒരു വാഗ്ദാനം നൽകിയാൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യുവാനിടയായിത്തീരും. ചരിത്രത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്, വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് തന്നെയാണ്. ദൈവം ഒരു വാഗ്ദത്തം ഒരു വ്യക്തിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു ജനതയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ,
ഒരു കുടുംബത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ അതേ സമയത്ത് ദൈവം പറഞ്ഞ അതേ സമയത്ത് നിവർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിലുടനീളം ഓരോ ഭക്തരുടെയും ജീവിതം എടുത്തു പഠിച്ചാൽ നമുക്കത് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ദൈവം നൽകുന്ന വാഗ്ദാനം, ദൈവം നൽകുന്ന വാഗ്ദത്തം, ദൈവത്തിന്റെ പ്രോമിസസ് ഒന്നും പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, മറിച്ച് ദൈവം പറഞ്ഞാൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയരോടായി എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട്, നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തോട്, ഭാവിയോട്, വിദ്യാഭ്യാസ ജീവിതം, ജോലി മണ്ഡലം എവിടെ ആയിക്കൊള്ളട്ടെ, ദൈവം ഒരു വാഗ്ദാനം, ഒരു വാഗ്ദത്തം, ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കർത്താവ് നിവർത്തിക്കുവാനിടയായിത്തീരും. സ്തോത്രം. ചിലപ്പോൾ കാലതാമസം വന്നേക്കാം, ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തതെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം. പക്ഷേ അതിലേക്കൊന്നും നാം ഫോക്കസ് ചെയ്യേണ്ട. നമ്മുടെ ശ്രദ്ധ, ദൈവമാണ് എന്നോട് വാഗ്ദത്തം ചെയ്തതെങ്കിൽ, വാഗ്ദാനം നൽകിയതെങ്കിൽ അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുവാൻ, അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ ഇടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വാക്യം പറയുന്നത്, ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും നീ അറിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ യഹോവയാണ്, ജീവനുള്ള ദൈവമാണെന്ന്. സ്തോത്രം. അതോടുകൂടെ തന്നെ ഞാൻ എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്ന് നമ്മൾ അറിയണമെങ്കിൽ, കർത്താവ് ദൈവമാണെന്നും ജീവനുള്ള ദൈവമാണെന്നും ശക്തിയുള്ള ദൈവമാണെന്നും വിടുവിക്കുന്നവനാണെന്നും വാക്കു പറഞ്ഞാൽ വാക്കുമാറാതെ നമ്മെ അവന്റെ വാക്തത്വം നിവർത്തിക്കുന്ന ദൈവമാണെന്നും നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, എനിക്കായി കാത്തിരിക്കണം, യഹോവയ്ക്കായി കാത്തിരിക്കണം. അവൻ പറഞ്ഞിരിക്കുന്ന വാക്തത്വം എന്താണോ ആ വാക്തത്വത്തിനായി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇഹലോക ജീവിതത്തിലായിരുന്നപ്പോൾ തന്റെ ശുശ്രൂഷ കാലയളവിൽ തന്റെ ശിഷ്യന്മാരോടായി പറയുകയുണ്ടായി, സ്തോത്രം, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യസ്ഥനെ ഞാൻ അയച്ചു തരും. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന വേളയിൽ തന്റെ ശിഷ്യരോട്, മലയിൽ കൂടി നിന്നതായ തന്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവോളം ഇവിടെ നിന്ന് എങ്ങും പോകരുത്, നിങ്ങൾ അതിനായി യെരൂശലേമിൽ കാത്തിരിക്കണമെന്ന് യേശു കർത്താവ് അവരോട് ആവശ്യപ്പെട്ടു. യേശു പറഞ്ഞ വാക്കുപ്രകാരം കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ സ്തോത്രം, അഗ്നിനാവ് കണക്കെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവർക്ക് ശക്തി ലഭിക്കുകയും അവരെഴുന്നേറ്റ് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ, രോഗികളെ ഒക്കെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ വൻ കാര്യങ്ങൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവരുടെ ഗുരുവായ യേശു കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ യേശുവിനെ ശത്രുക്കൾ പിടിച്ചു, ക്രൂശീകരിച്ചു. യേശു ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, അടക്കപ്പെട്ടു. പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷകളെല്ലാം അപ്പുറമായി യേശു കർത്താവ് ആ മരണത്തെ ജയിച്ച് ആ കല്ലറയെ തുറന്ന് പൊളിച്ച് കർത്താവ് പുറത്തു വന്നു. സ്തോത്രം. അവരുടെ ഉള്ളിൽ വീണ്ടും ഒരു സന്തോഷം വരുവാനിടയായി. ഓക്കെ, കർത്താവ് ഞങ്ങളുടെ ഗുരു വീണ്ടും ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അവർക്ക് വന്നു. പക്ഷേ പിന്നീട് ചില ദിവസങ്ങൾക്ക് ശേഷം യേശു കർത്താവ് അവർക്ക് പലയാവർത്തി പലയിടങ്ങളിൽ പ്രത്യക്ഷനായി. ഒരിക്കൽ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന സമയത്ത് ഈ മലയിൽ കടന്നു വരണം. 28-ാം അധ്യായം മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അവരാ മലയിൽ കടന്നു ചെന്നപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ സ്വർഗാരോഹണം ചെയ്ത് മുകളിലേക്ക് പോവുകയാണ്, നിങ്ങൾ ഒരു ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ സ്തോത്രം, നിങ്ങൾക്ക് ശക്തി ലഭിക്കുവാനിടയായിത്തീരും എന്ന് പറയുവാനിടയായിത്തീർന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ശിഷ്യന്മാരുടെ ചിന്താമണ്ഡലം അല്ലെങ്കിൽ അവരുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? യേശുവിനെ സ്തോത്രം, യേശുവിനെ അവര് ശത്രുക്കളായ യഹൂദന്മാര്, മതപ്രമാണികള്, അവർ അന്നുണ്ടായിരുന്ന റിലീജിയസ് ലീഡേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് യേശുവിനെ പിടിച്ചു. കാൽവരി മലയുടെ മുകളിൽ ഒരു ക്രൂശിൽ കർത്താവിനെ തറക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ യേശുവിനെ അപ്രകാരം ചെയ്തുവെങ്കിൽ, ഗുരുവിനെ അപ്രകാരം ചെയ്തുവെങ്കിൽ,
അവന്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്ന, അവന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന, അവനെ പിൻപറ്റിയ അവന്റെ ശിഷ്യന്മാരെ അവരെ കർത്താവിനോട് ചെയ്തതുപോലെ എങ്കിലും സ്തോത്രം അല്ല അതിന്റെ അല്പമെങ്കിലും അവർ ഉപദ്രവിക്കാതിരിക്കുമോ? ഇല്ല. അവര് ഭയത്തോടുകൂടെ ആയിരുന്നു, അവര് ഭീതിയോടുകൂടെ ആയിരുന്നു. അവരുടെ ഉള്ളിൽ ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയാ, ഇന്നത്തെ പല വിശ്വാസികളുമായിരുന്നു യേശുവിന്റെ പിന്നാലെ അന്നുണ്ടായിരുന്നതെങ്കിൽ യേശുവിനെ അവർ പിടിച്ചു ക്രൂശിച്ച വേളയിൽ തന്നെ ചിതറി ഓടി മറ്റു പല രാജ്യങ്ങളിലേക്കോ മറ്റു പല സ്ഥലങ്ങളിലേക്കോ കടന്നുപോയി ഒളിവിൽ പാർക്കുവാനിടയായിത്തീരും, ഒളിവിൽ പോകുവാനിടയായിത്തീരും. സ്തോത്രം. ഈ ഒളിവിൽ പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോഴത്തേക്കും അതെല്ലാം വളരെ ആപ്റ്റായിട്ട് നമുക്ക് വരുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പം യേശുവിനെ പിടിച്ച, ക്രൂശിച്ചു, കൊന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുടെ അനന്തരമായിട്ട് അതിനുശേഷമായിട്ട് ശിഷ്യന്മാരായി നമ്മളാണ് യേശുവിനോട് കൂടെ അന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാം പിന്നീട് ഒളിവിലായിരിക്കും വരുന്നത്, ഒളിവിലായിരിക്കും പോകുന്നത്. പക്ഷേ അന്നുണ്ടായിരുന്ന ശിഷ്യന്മാരോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ തന്നെ പാർക്കണം, നിങ്ങൾ കാത്തിരിക്കണം. സ്തോത്രം. നിങ്ങൾക്ക് ശക്തി ലഭിക്കും, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ, അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ സാക്ഷികളായി ലോകമെങ്ങും പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അവരോട് പറഞ്ഞ വാഗ്ദത്തം, അതിനെ അവര് സംശയിക്കാതെ, അവരെങ്ങും ഓടി ഒളിക്കാതെ, ഒളിവിൽ പോകാതെ, കർത്താവ് പറഞ്ഞതായ ആ വാഗ്ദത്തത്തിനായി, ആ വാക്ക് നിറവേറുന്നതിനായി, ആ ശക്തി പ്രാപിക്കേണ്ടതിനായി യെരൂശലേമിൽ തന്നെ കൂടിയിരുന്നു. അവരൊരു മാളിക മുറിയിൽ ഒരുമിച്ചായിരുന്നു, ശിഷ്യന്മാർ എല്ലാവരും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഒരുമിച്ച് കാത്തിരുന്ന, സ്തോത്രം, ഹല്ലേലൂയ, പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുവാനിടയായി തീർന്നു. ആദ്യത്തെ 1-2 ദിവസങ്ങൾ അവർ ചിലപ്പോൾ മടുത്തു പോയിരുന്നിരിക്കാം, നമ്മളാണെങ്കിലും മടുത്തു പോയിരുന്നിരിക്കാം. പക്ഷെ ദീർഘ ദിവസങ്ങൾ അവരവിടെ ഒരുമിച്ച് കൂടിയിരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് കോവിഡ് വന്നു, ക്വാറന്റൈനിലോ 7 ദിവസവും 14 ദിവസവും ഒക്കെ ഇരിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെളിയിലോട്ട് ഇറങ്ങുവാൻ കഴിയാതെ ഒരു മുറിക്കകത്ത് അടച്ചുപൂട്ടി ഇരിക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ദീർഘ ദിവസങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. യേശു സ്വർഗാരോഹണം ചെയ്ത സമയം മുതൽ 50 നാളോളം, പിന്നീട് നാം നോക്കുമ്പോഴത്തേക്കും ഈ 50-ാം പെരുന്നാൾ പെന്തിക്കോസ്ത് നാൾ വരുന്നത് വരെ ഈ യെരൂശലേമിന്റെ നടുവിൽ അവരൊരു മാളിക മുറിയിൽ ഒളിച്ചിരുന്നു, അല്ലെങ്കിൽ അവരവിടെ കാത്തിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കണം. ഭീഷണികളുടെ നടുവിൽ, സ്തോത്രം, വെല്ലുവിളികളുടെ നടുവിൽ, ഹല്ലേലൂയ, ജനം കാത്തിരുന്നത് പോലെ, യേശുവിന്റെ ശിഷ്യന്മാർ കാത്തിരുന്നത് പോലെ നാം കാത്തിരിക്കണം. കർത്താവ് അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ കർത്താവ് ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദത്തം നിറവേറുവാനായിട്ട് ഒരു സമയവും കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു സമയം കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിനായി നാം കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ആ സമയം എത്തുന്നതിന് മുൻപേ നമ്മുടെ ക്ഷമ നശിച്ച നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വഴിക്ക് നാം ഇറങ്ങിത്തിരിക്കും. അല്ലെങ്കിൽ മാനുഷികമായ മറ്റു വഴികൾ, മറ്റു പല പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കുവാനിടയായിത്തീരും. പക്ഷേ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കണം, കാത്തിരുന്നാൽ ലജ്ജിച്ചു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുകയാണെങ്കിൽ അവൻ തക്ക സമയത്ത് ഉയർത്തുമെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവിന്റെ ബലമുള്ള കൈക്കീഴിൽ നാം താണിരിക്കണം. താണിരുന്നെങ്കിൽ മാത്രമേ കർത്താവിന് തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ കഴിയുകയുള്ളൂ. ഈ തക്ക സമയം എപ്പോഴാണ്? നമ്മുടെ സമയമല്ല തക്ക സമയം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സമയമല്ല തക്ക സമയം. കർത്താവിനൊരു സമയമുണ്ട്. ആ സമയത്ത് കർത്താവ് പ്രവർത്തിക്കുവാനിടയായിത്തീരും, കർത്താവ് ഉയർത്തുവാനിടയായിത്തീരും. ഒരിക്കൽ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗല്, സ്തോത്രം, ശൗലിന്റെ മുൻപാകെ ഒരു യുദ്ധത്തിന്റെ സന്നാഹം കടന്നു വന്നു. ശത്രു രാജ്യങ്ങൾ അവരെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് മുറവിളി കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ ശത്രു സൈന്യം വന്നു പാളയമിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ഒരു യാഗം കഴിക്കേണ്ടതായ അത്യാവശ്യമുണ്ട്. ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ ഒരു യാഗം കഴിച്ചിട്ട് വേണം യുദ്ധത്തിനായി കടന്നു പോകേണ്ടത്. അപ്പം യാഗം കഴിക്കേണ്ടത് രാജാവല്ല, സ്തോത്രം, യാഗം കഴിക്കേണ്ടത് പുരോഹിതനാണ്. അപ്പം അന്നത്തെ പുരോഹിതനായിരുന്ന ശമൂവേൽ വരുവാനായിട്ട് ഒരല്പം താമസിച്ചു.
ഈ താമസത്തിന്റെ നടുവിൽ എന്തുകൊണ്ടാണ് താമസിക്കുന്നത് എന്ന് ചിന്തിക്കാതെയും, പിന്നെ സൈന്യം അവനോട് കൂടെയുള്ള ശൗൽ രാജാവിനോട് കൂടെയുള്ള സൈന്യമൊക്കെ ചിതറിപ്പോകുകയും അവനെ വിട്ടു പോകുകയും ഒക്കെ ചെയ്യുമെന്നുള്ള ഭീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഭയത്തിൽ, ആ ഒരു ചിന്തയിൽ ശൗൽ രാജാവ് പുരോഹിതനായ ശമൂവേൽ വരുന്നതിന് മുൻപേ തന്നെ യാഗം കഴിച്ചു. സ്തോത്രം. അതിനുശേഷം യുദ്ധത്തിനായി കടന്നുപോയി. അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, ആ ചരിത്രം വായിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കാണുന്നത്. പുരോഹിതനായ ശമൂവേൽ വരുന്നതിന് മുൻപേ യാഗം കഴിച്ച ശൗല്, സ്തോത്രം, യഹോവയുടെ മുൻപാകെ, ദൈവത്തിന് മുൻപാകെ വലിയ തെറ്റുകാരനായി തീർന്നുവെന്ന്, വലിയ തെറ്റുകാരനായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം യഹോവയ്ക്കായി കാത്തിരിക്കാതെ, കർത്താവിന്റെ സമയത്തിനായി കാത്തിരിക്കാതെ നാം നമ്മുടെ വഴികളിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ, മാനുഷികമായ വഴികളിലേക്ക് നാം ഇറങ്ങിത്തിരിച്ചാൽ, അത് ദൈവം കാണുന്നത് ഒരു പാപമായിട്ടാണ്, വലിയൊരു തെറ്റായിട്ടാണ്. സ്തോത്രം. ദൈവം കാണുന്നത്. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുവാൻ കഴിയാതെ നാം നമ്മുടെ വഴികളിലേക്ക് തിരിഞ്ഞാൽ, മാനുഷിക വഴികളിലേക്ക് തിരിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് സ്വാധീനമുള്ള പദവികളിലേക്ക്, മറ്റു വ്യക്തികളിലേക്ക് തിരിഞ്ഞാൽ, ധനത്തിലേക്ക് തിരിഞ്ഞാൽ, ഇങ്ങനെ മറ്റു പലതിലേക്ക് നാം തിരിഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് അതിനെ നല്ല രീതിയിലല്ല കാണുന്നത്, മറിച്ച് അത് ദൈവസന്നിധിയിൽ പാപമായിട്ടാണ് ദൈവം കാണുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതിനുശേഷമാണ് നാം വായിക്കുന്നത്, പിന്നീടുള്ള ചരിത്രം വായിക്കുമ്പോൾ ശൗലിന്റെ തലമുറകൾക്ക് രാജാവായി, അല്ലെങ്കിൽ എന്താ പറയുക, രാജഭരണം തുടരുവാൻ കഴിയാതെ യഹോവയായ ദൈവം ശൗലിനെയും അവന്റെ കുടുംബത്തെയും ദൈവസന്നിധിയിൽ നിന്ന്, രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുകയും ദാവീദിനെ അതിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന, ദാവീദിന്റെ കുടുംബത്തിന് അത് സ്ഥിരമാക്കി കൊടുക്കുകയും ചെയ്യുന്ന കാര്യം നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനായി, കർത്താവിനായി, കർത്താവിന്റെ സമയത്തിനായി നാം കാത്തിരിക്കണം. നമ്മുടെ വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആ വാഗ്ദത്തങ്ങൾക്ക് പൂർത്തീകരണത്തിനായി, അല്ലെങ്കിൽ ആ വാഗ്ദത്തങ്ങളുടെ, വാഗ്ദാനങ്ങളുടെ, ആ പ്രോമിസസിന്റെ നിവർത്തീകരണത്തിനായി നാം കർത്താവിനെ സഹായിക്കേണ്ട കാര്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് എന്നെ എന്താ പറയണ്ടേ, ഒരു കാര്യത്തിന് എനിക്കൊരു വാഗ്ദത്തം നൽകി. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു ജോലി തരാമെന്ന് കർത്താവ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്, ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ട്. നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ജോലി നൽകാമെന്ന് കർത്താവ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറെ നാൾ കാത്തിരുന്നു, ഒരു 5-6 മാസം കഴിഞ്ഞു, പക്ഷേ ജോലിയൊന്നും ആയില്ല. പലയിടത്തും അപ്ലൈ ഒക്കെ ചെയ്തു, പക്ഷേ ജോലിയൊന്നും ആയില്ല. അങ്ങനെ അവസാനം നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ഉന്നത പദവിയിലിരിക്കുന്ന MPയോ MLAയോ മന്ത്രിമാരോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അവരോട് പറയുക, എനിക്ക് ഈ ജോലിയിൽ കിട്ടാനായിട്ട് നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വഴികളിൽ നാം മാനുഷികമായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, അത് നമ്മുടെ വഴികളാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, സ്തോത്രം, അത് കർത്താവിനൊരു കൈ സഹായമല്ലേ? പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ആ കൈ സഹായം വേണ്ടെന്നേ. സ്തോത്രം. പലരുടെയും ജീവിതത്തിലെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ആമേൻ. ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ, ആരുടെയും ശുപാർശ ഇല്ലാതെ, തക്ക സമയത്ത്, ആമേൻ, ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് നമ്മുടെ മുഖത്തെ ലജ്ജിപ്പിക്കാതെ, നമ്മുടെ തലയെ കുനിക്കാതെ ഉയർത്തുന്ന, ആമേൻ, സ്തോത്രം, നന്മകൾ നൽകുന്ന, അനുഗ്രഹങ്ങൾ നൽകുന്ന, ഇതുപോലെയുള്ള വാഗ്ദാനങ്ങൾ നിവർത്തീകരിക്കുന്ന, ആമേൻ, ദൈവപ്രവർത്തികളെ കുറിച്ച് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരോടായി എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ആമേൻ, കർത്താവിന്റെ സമയത്തിനു വേണ്ടി നാം കാത്തിരിക്കുവാനിടയായിത്തീരണം. യഹോവയ്ക്കായി നാം കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇയ്യോബിന്റെ ഒരു വാക്യം, ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. 13-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എന്റെ നടപ്പ് അവന്റെ മുൻപാകെ തെളിയിക്കും. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബ് പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും. സ്തോത്രം. നമുക്കറിയാം ഇയ്യോബിന്റെ ജീവിതത്തിൽ എന്താണ് ആ സമയത്ത്, ഈ ഒരു വാക്യം എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇയ്യോബ് പറയുന്ന സമയത്ത് ഇയ്യോബ് ഏത് സിറ്റുവേഷനിലാണെന്ന് നമുക്കറിയാം. ധനാട്യനായ, പുത്രസമ്പത്തുള്ള, ആടുമാടുകളുള്ള, നല്ല ഒരു വലിയ പേരെടുത്ത കുടുംബമായ ഇയ്യോബിന്റെ കുടുംബം തകർന്ന, സ്തോത്രം, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നാരായണ കല്ലെടുത്തിരിക്കുന്ന ഒരു സമയം. സ്തോത്രം.
അവന്റെ മക്കൾ മരിച്ചു, എല്ലാ മക്കളും മരിച്ചു, അവർക്കുണ്ടായിരുന്ന എല്ലാ ആടുമാടുകളും നഷ്ടപ്പെട്ടു. സ്തോത്രം. അവന്റെ വീട്, അവന്റെ സമ്പത്ത് സകലവും നഷ്ടപ്പെട്ടു. അവന്റെ ശരീരം മുഴുവനും വ്രണങ്ങൾ നിറഞ്ഞ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. സ്തോത്രം. ആ ഒരു സമയത്തും ഈ ഇയ്യോബ് പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഇനി ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ, ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ. സ്തോത്രം. ബാക്കി ഒന്നുമില്ല. അവനോട് കൂടെ ഈ ഒരു കഷ്ടതയുടെ സമയത്ത് ചേർന്നിരിക്കേണ്ട അവന്റെ ഭാര്യ പോലും ഇയ്യോബിനോട് പറയുകയാണ്, നീ നിന്റെ ദൈവത്തെയും ഉപേക്ഷിച്ച് പോയി മരിച്ചു കളയാനായിട്ട് ഉപദേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെയും അവനെ ഉപേക്ഷിച്ചു, ഭാര്യക്കും അവനെ വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു സമയത്ത് പോലും ഇയ്യോബ് പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഭാഗത്ത് അടുത്ത ഭാഗം പറയുകയാണ്, ഞാൻ എന്റെ നടപ്പ് അവന്റെ മുൻപാകെ തെളിയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നടപ്പ് നാം ദൈവം മുൻപാകെ തെളിയിക്കണം. ഇയ്യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ നടപ്പ് യഹോവയുടെ മുൻപാകെ അവന്റെ മുൻപാകെ തെളിയിക്കും, ഞാൻ അവനായി തന്നെ കാത്തിരിക്കും, അവൻ എന്നെ കൊന്നാലും ശരി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവിന്റെ മുൻപാകെ നമ്മുടെ നടപ്പിനെ നാം തെളിയിക്കുവാനിടയായി തീരണം. സ്തോത്രം. കർത്താവിനെ കാത്തിരിക്കുന്നതിൽ, അവനായി തന്നെ കാത്തിരിക്കുന്നതിൽ നാം മടുത്തു പോകുന്നവരായിട്ടല്ല, ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല, ഒരല്പസമയം കാത്തിരുന്നതിന് ശേഷം നാം നമ്മുടെ വഴിയിലേക്ക് തിരിയുന്നവരായിട്ടല്ല, മാനുഷികമായ മറ്റു വഴികളിലേക്ക് തിരിയുന്നവരായിട്ടല്ല. സ്തോത്രം. കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം നടത്തിയെടുക്കുവാൻ മാനുഷികമായ മറ്റു വഴികൾ നാം തേടിപ്പോകുന്നവരായിട്ടും കർത്താവിനൊരു കൈ സഹായം ചെയ്യുന്നവരായിട്ടുമല്ല. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിന് മുൻപാകെ നമ്മുടെ നടപ്പിനെ തെളിയിക്കുവാനിടയായി തീരണം, നടപ്പിനെ തെളിയിക്കുവാനിടയാകണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 31-ാമത്തെ വാക്യം അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. എല്ലാവർക്കും മിക്കവാറും അറിയാവുന്ന വാക്യമാണ്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പറയുകയാണ്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു പുതുക്കം. സ്തോത്രം. ഒരു ശക്തിയുടെ അനുഭവം. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുന്ന ഒരു അനുഭവം, തളർന്നു പോകാതെ ഓടുന്ന, ക്ഷീണിച്ചു പോകാതെ നടക്കുന്ന, സ്തോത്രം, ഒരു അനുഭവത്തിലേക്ക് കർത്താവ് തനിക്കായി കാത്തിരിക്കുന്നവരെ മാറ്റിയെടുക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നാം ക്ഷീണിച്ചിരിക്കുകയാണ്, ചിറകടിച്ച് കയറാൻ നമുക്ക് ശക്തിയില്ല, തളർന്നു പോകാതെ ഓടാനായിട്ട് നമുക്ക് പറ്റുന്നില്ല, കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്കും തളർന്നു പോവുകയാണ്, ക്ഷീണിച്ചു പോകാതെ സഞ്ചരിക്കുവാൻ നടക്കുവാൻ കഴിയുന്നില്ല, കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്കും ക്ഷീണിച്ചു പോവുകയാണ്. ആ ഒരു അനുഭവത്തിലായിരിക്കും നാം ഇപ്പോഴായിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിത അനുഭവങ്ങൾ നമ്മെ തളർത്തി, നമ്മെ ക്ഷീണിപ്പിച്ച, ചിറകടിച്ച് കയറുവാൻ കഴിയാതെ നമ്മെ കുടുക്കി, നമ്മെ എന്താ പറയണ്ടേ, പിടിച്ചു വലിക്കുന്ന, ഞെരുക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കാം. സ്തോത്രം. ശക്തിയില്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന, നമ്മെ തന്നെ ഒരു മുറിക്കകത്ത് അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നമ്മളായിരിക്കാം. പക്ഷേ കർത്താവ് പറയുകയാണ്, നീ എനിക്കായി കാത്തിരിക്കുകയാണെങ്കിൽ ഞാൻ യഹോവ എന്ന് നീ അറിയാൻ പോവുകയാണ്. എനിക്കായി നീ കാത്തിരിക്കുകയാണെങ്കിൽ നിന്റെ മുഖം ലജ്ജിച്ചു പോവുകയില്ല എന്ന് നീ അറിയാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സഹോദരൻ, എന്നെ കേൾക്കുന്ന പ്രിയരോടായി എനിക്ക് പറയാനുള്ളത്, നാം യഹോവയ്ക്കായി തന്നെ കാത്തിരിക്കുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമ്മുടെ മുഖത്തെ ലജ്ജിപ്പിച്ച് കളയുകയില്ല. അവൻ യഹോവ തന്നെ എന്ന്, അവൻ ജീവനുള്ള ദൈവമെന്ന് നാം അറിയുകയും, ആമേൻ, കർത്താവ് നമ്മുടെ മുഖത്തെ ലജ്ജിപ്പിക്കാതെ, ആമേൻ, നമ്മുടെ മുഖത്തെ ഉയർത്തുന്ന, നമ്മുടെ മുഖത്തെ പ്രകാശം നഷ്ടപ്പെട്ടു പോകാതെ, ആമേൻ, നമ്മുടെ മുഖത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകാതെ അതിനെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണെന്ന് നാം, സ്തോത്രം, തിരിച്ചറിയുക തന്നെ ചെയ്യും, നീ അറിയുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇത് യഹോവയായ ദൈവം നൽകുന്ന, നമ്മുടെ കർത്താവ് നൽകുന്ന വാഗ്ദത്തമാണ്, പ്രോമിസ് ആണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ പ്രോമിസ് എങ്ങനെയാണ്?
ഞാൻ മനുഷ്യന്റെ പ്രോമിസ് എങ്ങനെയാണെന്ന് ചില ഉദാഹരണങ്ങൾ പറയാം. മെൻ പ്രോമിസ് മോർ ദാൻ ദേ ക്യാൻ പെർഫോം. ഒരു മനുഷ്യൻ പ്രോമിസ് ചെയ്യുന്നത് എന്താണ്? അവനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതിന് അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ പ്രോമിസ് ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ, അല്ലേ? ആമേൻ. ഒരു മനുഷ്യനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് നൽകുന്ന പ്രോമിസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളായിരിക്കും പ്രോമിസ് ചെയ്യുന്നത്. കഴിഞ്ഞിടക്ക് എന്നോട് ഒരാൾ പറയുകയുണ്ടായി, എന്റെ കയ്യിൽ 5 പൈസ ഇപ്പോഴില്ല എടുക്കാനായിട്ട്. പക്ഷെ അവിടെ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്കും അവരോട് ഒരു വിഷയം വന്നപ്പോഴത്തേക്കും ഒരു സൊസൈറ്റിയിൽ കുറച്ച് CCTV ക്യാമറ വെക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുക. അപ്പം അവരുടെ സൊസൈറ്റിയുടെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തി കയ്യിൽ 5 പൈസ ഇല്ല എങ്കിലും അതിനകത്ത് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, 2 ലക്ഷത്തിന്റെ എന്താ സൊസൈറ്റിയുടെ ഫണ്ടിൽ എന്താ പൈസ ഇല്ലെങ്കിൽ 2 ലക്ഷത്തിന്റെ ചെക്ക് ഞാൻ ഇപ്പൊ എഴുതി തരാം. ഈ CCTV ക്യാമറ വെക്കുന്ന കാര്യം എത്രയും വേഗം നടപ്പിലാക്കണം. കാരണം അത് വെച്ചില്ല എങ്കിൽ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്, ഇതൊന്നും അറിയാൻ പറ്റുകയില്ല. 5 പൈസ, യഥാർത്ഥത്തിൽ 5 പൈസ കയ്യിൽ ഇപ്പോഴെടുക്കാനില്ല. പക്ഷേ വാക്ക് പറയുകയാണ്, 2 ലക്ഷത്തിന്റെ ചെക്ക് ഞാൻ ഇപ്പോഴൊപ്പിട്ട് തരാന്ന്. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? Men promise more than they can perform. അപ്പം ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് മനുഷ്യൻ, അതൊരു ഉദാഹരണം മാത്രമാണ്, അതുപോലെ എത്ര ഉദാഹരണങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. ഇങ്ങനെ പ്രോമിസ് നൽകും, വാഗ്ദാനം നൽകും. Men promise what they never intend to perform. അല്ലെ? നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തകര്, രാഷ്ട്രീയ സ്ഥാനാർത്ഥികള് ഇലക്ഷൻ സമയത്തൊക്കെ നൽകുന്ന പ്രോമിസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they never intend to perform. അവരുടെ പ്രോമിസസ്, അവരുടെ വാഗ്ദാനങ്ങളെ തന്നെ പറയുന്നത് പൊള്ളയായ വാഗ്ദാനങ്ങൾ. They promise what they never intend to perform. അടുത്ത കാര്യമാണ് men promise what circumstances never allow them to perform. The circumstances never allow them to perform. ചിലപ്പോൾ പ്രോമിസ് എല്ലാം കൊടുത്ത് ഞാനത് ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വീട്ടിലോട്ട് വരുന്നത്. വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്കും ഭാര്യ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം പോകാൻ പറ്റത്തില്ല. അപ്പം സർക്കംസ്റ്റാൻസ് സാഹചര്യം ആ വ്യക്തി നൽകിയിരിക്കുന്ന വാക്ക് പാലിക്കുവാൻ കഴിയാതെ തടയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം മനുഷ്യർ നൽകുന്ന വാഗ്ദാനവും ദൈവം നൽകുന്ന വാഗ്ദാനവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് എന്താണ്? മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയാത്തതിനപ്പുറം അവര് പ്രോമിസ് ചെയ്യും. more than that they can perform. രണ്ടാമതായിട്ട് മനുഷ്യർ which they never intend to perform. അവര് ചെയ്യുവാനായിട്ട് ഒരു താല്പര്യവുമില്ല, അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല, എങ്കിലും അവർ ആ ഒരു പ്രോമിസ് നൽകും. മൂന്നാമതായിട്ട് സാഹചര്യം അവരെ അനുവദിക്കുകയില്ല ഇത് സാധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഈ പ്രോമിസ്, ഈ വാക്ക് കൊടുത്തിരിക്കുന്നത് ചെയ്യാനായിട്ട്. അപ്പൊ മനുഷ്യരുടെ പ്രോമിസസ് ഇങ്ങനെയാ, ഇതിനപ്പുറമായിട്ടുള്ള പ്രോമിസസ് ഒന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പക്ഷെ കർത്താവ് നൽകുന്ന പ്രോമിസസ് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ കണ്ടു. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ആമേൻ. കർത്താവ് പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ ശിരസിനെ ഉയർത്തിപ്പിടിക്കുവാനിടയായിത്തീരും. ലജ്ജിച്ചു പോകുവാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല. നമ്മുടെ കുറിവാക്യം എഴുതിയിരിക്കുന്ന അധ്യായം 49 അധ്യായം അതിന്റെ 23 വാക്യമാണ് നാം വായിച്ചിരിക്കുന്നത്. ഇനി ഈ വാഗ്ദാനം നൽകിയ, ഈ പ്രോമിസ് നൽകിയ കർത്താവ് തന്റെ പ്രോമിസ് പൂർത്തീകരിക്കുന്ന സമയം വരെയും തന്റെ ജനത്തെ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ഈ 49 അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് 1-2 വാക്യങ്ങൾ വായിച്ച് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ 49 വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ യഹോവയായ ദൈവം ഒരു ആട്ടിൻകൂട്ടത്തിനോട് ഉപമിച്ചാണ് പറയുന്നത്. ആട്ടിൻകൂട്ടത്തിനോട് യഹോവയായ ദൈവത്തെ ഒരു നല്ല ഇടയനായിട്ടും തന്റെ ജനത്തെ ആട്ടിൻകൂട്ടമായിട്ടും ഉപമിച്ച് പറയുകയാണ്. ബാബിലോണിൽ നിന്ന് ഇസ്രായേലിലേക്ക്, യെരുസലേമിലേക്ക് മടക്കയാത്രയായിരിക്കുന്ന ആ ആട്ടിൻകൂട്ടത്തെ അവിടെ ചിത്രീകരിച്ച് യെശയ്യാ പ്രവാചകൻ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ, വാഗ്ദത്തങ്ങൾ താഴേക്ക് എഴുതി വരികയാണ്. സ്തോത്രം. അതിന്റെ
23-ാമത്തെ വാക്യമാണ് നാം വായിക്കുന്നത്. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ എന്ന് നീ അറിയും, യഹോവയ്ക്കായി കാത്തിരുന്നാൽ നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല എന്ന് നിങ്ങൾ അറിയാൻ പോവുകയാണ്. അപ്പോൾ കാത്തിരുന്നാൽ യഹോവ എന്ന് അറിയുകയും ലജ്ജിച്ചു പോകുകയില്ല എന്നും നാം അറിയാൻ പോവുകയാണ്. അപ്പോൾ ഈ കാത്തിരിക്കുന്ന ഈ വേളയിൽ, ഈ യാത്രയുടെ സമയത്ത് ദൈവം എന്താണ്, എങ്ങനെയാണ് ആ ആട്ടിൻകൂട്ടത്തെ കൊണ്ടു നടക്കുന്നത്, ആ യാത്രയിൽ എങ്ങനെയാണ് അവരെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവമക്കൾ, സഭ ഈ ഭൂമിയിലായിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ആട്ടിൻകൂട്ടത്തെ പോലെയാ. സ്തോത്രം. നമ്മുടെ ഇടയൻ ആരാണ്? നല്ല ഇടയനായ യേശു ക്രിസ്തു. യേശു കർത്താവ് നമ്മുടെ ഇടയനും, ആമേൻ, ദൈവസഭ എന്ന് പറയുന്നത് അവന്റെ കൈക്കലെ ആടുകളുമാണ്. യേശു കർത്താവിന്റെ നല്ല ഇടയനായ യേശുവിന്റെ കൈക്കീഴിലെ ആടുകളുമാണ് ദൈവസഭ, ദൈവമക്കൾ എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തെ ഞാൻ ആ ഉപമ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉദാഹരണത്തെ കമ്പയർ ചെയ്യുകയാണ്. ഇസ്രായേൽ ജനത്തെ ബാബിലോണിൽ നിന്ന് ഇസ്രായേൽ ദേശത്തേക്ക്, യെരുശലേമിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന നല്ല ഇടയനായ യഹോവയുടെ കൈക്കീഴിൽ ഈ യാത്ര തുടരുകയാണ്. ഈ യാത്ര എവിടെ കൂടെയാണ്? ആ യാത്ര മരുഭൂമിയിലൂടെയാണ്, വെയിലുള്ള സമയത്താണ്. സ്തോത്രം. മഞ്ഞും മഴയും മറ്റു പ്രതികൂലങ്ങളെല്ലാം ഈ യാത്രയിലുണ്ട്. അതുപോലെ തന്നെ നാം എല്ലാവരും ആ നല്ലിടനായ യേശു കർത്താവിന്റെ കൈക്കീഴിലെ ആടുകളായി, വിശുദ്ധ കൂട്ടമായി, ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വിശുദ്ധ ഭൂമി അല്ലെങ്കിൽ സ്വർഗീയമായ യെരുശലേം, ആ വാഗ്ദത്ത നഗരത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എതിലെയാണ് നാം യാത്ര ചെയ്യുന്നത്? നമ്മുടെ യാത്ര ഈ മരുഭൂമി, ലോകമാകുന്ന ഈ മരുഭൂമിയിലാണ് നാം യാത്ര ചെയ്യുന്നത്. സ്തോത്രം. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തുണ്ട്? മരുഭൂമിയിൽ ചൂടുണ്ട്, മരുഭൂമിയിൽ മറ്റു പലവിധമായ ഉഷ്ണക്കാറ്റും അതുപോലെയുള്ള വലിയ പ്രതികൂലങ്ങളുണ്ട്. സ്തോത്രം. എന്നാൽ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഈ ആട്ടിൻകൂട്ടത്തെ എങ്ങനെയാണ് യഹോവയായ ദൈവം പരിപാലിക്കുന്നത് എന്ന് നമുക്ക് അധ്യായത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവർക്ക് വിശക്കയില്ല, ദാഹിക്കയില്ല, മരീചികയും വെയിലും അവരെ ബാധിക്കയില്ല. അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറവകൾക്കരികെ കൊണ്ടുപോവുകയും ചെയ്യും. 10-ാമത്തെ വാക്യം മാത്രമാണ് ഞാൻ വായിക്കുന്നത്. സ്തോത്രം. ഈ മരുഭൂമിയിൽ എന്തുണ്ട്? മരുഭൂമിയിൽ വേദനയുണ്ട്, മരുഭൂമിയിൽ ചൂടും ഉഷ്ണവും കൊടിയ വെയിലും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിലൂടെയാണ് ഈ ആട്ടിൻകൂട്ടത്തെ, ഇസ്രായേലാവുന്ന ആട്ടിൻകൂട്ടത്തെ നല്ല ഇടയനായെന്ന യഹോവയായ ദൈവം കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ യഹോവയായ ദൈവം പറയുകയാണ് 10-ാമത്തെ വാക്യത്തിൽ, ആമേൻ, ഈ യാത്രയിൽ അവർക്ക് വിശക്കയില്ല, അവർക്ക് ദാഹിക്കുകയില്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് വിശക്കയില്ല, അവർക്ക് ദാഹിക്കുകയില്ല. There is a provision. കർത്താവ് മരുഭൂമിയിലൂടെ നടത്തുന്ന തന്റെ മക്കൾക്ക്, തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടതായ പ്രൊവിഷൻ കർത്താവ് നൽകും. അവർക്ക് വിശക്കാതെ, അവർക്ക് ദാഹിക്കാതെ, അവർ തൃപ്തരായി നടക്കുവാൻ കർത്താവ് അവർക്ക് കൃപ നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവർ തൃപ്തിയോടുകൂടെ നടക്കും, തൃപ്തിയോടുകൂടെ. അവർക്ക് വിശക്കയില്ല, അവർക്ക് ദാഹിക്കയില്ല. ഒന്ന് നോക്കിയേ, എപ്പോഴാണ് വിശക്കാത്തത്? ആമേൻ, 1 മണിക്ക് ലഞ്ച് കഴിച്ച് ഉടനെ തന്നെ ഒരു 2 മണിയായപ്പോഴത്തേക്കും വിശക്കുന്നു എന്ന് പറയുന്ന ആരെയും നമുക്ക് കാണാൻ കഴിയില്ല. മൃഷ്ടാന ഭോജനം കഴിച്ചതാ 1 മണിയായപ്പോഴത്തേക്കും നല്ല ഒരു സൂപ്പർ ലഞ്ച്, ചിക്കൻ ഡിന്നറൊക്കെ കഴിച്ചു, ചിക്കൻ ലഞ്ചൊക്കെ എല്ലാം കഴിച്ചു, വയറെല്ലാം ഫുള്ളായിട്ടിരിക്കുന്ന ഒരു വ്യക്തി 1 മണിക്കൂറിന് ശേഷം 2 മണിയായപ്പോഴത്തേക്കും വിശക്കുന്നുവെന്ന് ഒരിക്കലും പറയുകയില്ല. കാരണം അതൊന്ന് ദഹിക്കാനായിട്ട് ഒരു സമയമുണ്ട്, ഒരു മിനിമം സമയം, ഒരു 4 മണിക്കൂറെങ്കിലും വേണം, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും വേണം അടുത്ത ഒരു പ്രോസസ് എല്ലാം നടന്നൊന്ന് വിശപ്പ് വരാനായിട്ട്. അപ്പൊ ഇവിടെ കർത്താവ് പറയുകയാണ്, അവർക്ക് വിശക്കയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശപ്പിന് മുൻപേ തന്നെ അവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം ഞാൻ അവർക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മുടെ വിശപ്പും നമ്മുടെ ദാഹവും അറിഞ്ഞ് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ സ്വർഗീയ യെരുശലേമിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് കർത്താവ് വേണ്ട സകല നന്മകളും നൽകിത്തരും, സകലവും നൽകിത്തരും. നമ്മുടെ വിശപ്പും നമ്മുടെ ദാഹവും അറിഞ്ഞ് കർത്താവ് അത് നൽകി തരുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ എന്താണോ ആവശ്യം, അനാവശ്യമല്ല, അത്യാവശ്യം, കർത്താവ് എന്താണോ അത് ചെയ്തു തരുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പിതാവിനറിയാം മക്കൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന്.
5 വയസ്സുള്ള ഒരു മകൻ എനിക്കൊരു ബൈക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോണ്ടയുടെ ഷോറൂമിൽ ചെന്ന് അപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ബൈക്ക് മകന് വാങ്ങിച്ചു കൊടുക്കത്തില്ല. അടുത്ത് തന്നെ ഉള്ളതായ ഒരു ടോയ് ഷോപ്പിൽ കടന്നു ചെന്ന് അവിടെ കാണുന്ന നല്ലൊരു ടോയ്, വേണമെങ്കിൽ റിമോട്ടൊക്കെ ഉള്ള നല്ലൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും. കാരണം പിതാവിനറിയാം അവന്റെ പ്രായത്തിൽ അവൻ ഏത് ബൈക്കാണ് വേണ്ടതെന്ന്. എത്ര ബഹളം വെച്ചെന്ന് പറഞ്ഞാലും പിതാവ് മറ്റേ ബൈക്ക് ഇവന് വാങ്ങിച്ചു കൊടുക്കുകയില്ല. കുറച്ചുകൂടെ മുതിർന്നു, 12, 10, 15 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും അവൻ ബഹളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കൂടിപ്പോയ ഒരു സൈക്കിള് വാങ്ങിച്ചു കൊടുക്കും. കാരണം അവന് ബൈക്ക് വാങ്ങിച്ചു കൊടുത്താൽ അത് ഓടിക്കുവാനുള്ള ലൈസൻസ് എടുക്കുവാനുള്ള പ്രായം പോലും ആയിട്ടില്ല. അപ്പം പിതാവിനറിയാം ഏത് പ്രായത്തിൽ എന്ത് വാങ്ങിച്ചു കൊടുക്കണം, എന്താണ് തൻ്റെ മകൻ ആവശ്യം എന്നുള്ളത്. നമ്മുടെ കർത്താവിനറിയാം നമ്മുടെ ആവശ്യം എന്താണെന്ന്. നമ്മുടെ സമയത്തിനനുസരിച്ച്, നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച്, നമ്മുടെ നമ്മുടേതായ ആ ഒരു എബിലിറ്റിക്ക് അനുസരിച്ച് കർത്താവ് ഓരോ സമയങ്ങളിലും നമുക്ക് വേണ്ട നന്മകൾ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കർത്താവ് എനിക്ക് അതുപോലെയുള്ള നന്മകൾ തരാത്ത? മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെ കണ്ടുകൊണ്ട് അതുപോലെ എന്നെ കർത്താവ് എന്താ അനുഗ്രഹിക്കാത്തതെന്ന് നാം ചിന്തിച്ചാൽ, ആമേൻ, ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. നാം സ്തോത്രം കർത്താവിന്റെ മുൻപാകെ പക്വത പ്രാപിച്ചിട്ടില്ല. അല്ല, കർത്താവിന്റെ മുൻപാകെ, ആമേൻ, സ്തോത്രം, കർത്താവിന്റെ സമയമായിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ, ചില നന്മകൾ നാം ഹാൻഡിൽ ചെയ്യാനായിട്ട് നാം, ആമേൻ, എന്ത് പറയണ്ടേ, ആ ഒരു എബിലിറ്റി നാം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് ചിലത് വേണ്ട എന്ന് പറഞ്ഞ് കർത്താവ് ചില കാലതാമസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, അവർക്ക് വിശക്കയില്ല, അവർക്ക് ദാഹിക്കയില്ല. സ്തോത്രം. അപ്പൊ കർത്താവ് തൃപ്തിയോടുകൂടെ നമ്മെ നടത്തുവാനിടയായിത്തീരും. തൃപ്തിയോടുകൂടെ നമ്മെ നടത്തും. ഒന്നും ഓവറാക്കിയല്ല, അവനെല്ലാം തൃപ്തിയായിട്ട് കർത്താവ് നമ്മെ നടത്തുവാൻ. രണ്ടാമത്തെ ഭാഗത്ത് പറയുകയാണ്, മരീചികയും വെയിലും അവരെ ബാധിക്കുകയില്ല. അവിടെ ഒരു പ്രൊട്ടക്ഷൻ, കർത്താവിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ്, ഒരു സംരക്ഷണമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മരീചികയും വെയിലും അവരെ ബാധിക്കുകയില്ല. ഈ ഇസ്രായേൽ ജനം, ഈ ആട്ടിൻകൂട്ടം എതിരെയാണ് യാത്ര ചെയ്യുന്നത്? മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത്. ഈ മരുഭൂമിയിലൂടെയുള്ളതായ യാത്രയിൽ എന്താണ് അവർ കാണുന്നത്, അനുഭവിക്കുന്നത്? ഈ 2 കാര്യങ്ങൾ തന്നെയാണ് അവർ അനുഭവിക്കുന്നത്. മരീചികയുണ്ട്, വെയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഈ വെയിലിന്റെ ചൂട് തട്ടാതെ, ഉഷ്ണം തട്ടി അവർ ക്ഷീണിച്ചു പോകാതെ, അവര് തളർന്നു പോകാതെ കർത്താവ് അവരെ താങ്ങുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ജീവിതമാകുന്ന ഈ തീച്ചൂളയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ ഇതിന്റെ ചൂട്, ഇതിന്റെ ഉഷ്ണം തട്ടി നാം ഇല്ലാതായി പോകാതെ, നമ്മുടെ വിശ്വാസം നശിച്ചു പോകാതെ, നാം വീണു പോകാതെ, തളർന്നു പോകാതെ കർത്താവ് നമ്മെ താങ്ങുവാനിടയായിത്തീരും. കർത്താവ് നമ്മെ ശക്തീകരിക്കുവാനിടയായിത്തീരും. ഇനി എന്താണ് മരീചിക? മരീചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ നല്ല ചൂടുള്ള സമയത്ത്, നട്ടുച്ച വെയിലുള്ള സമയത്തൊക്കെ നാഷണൽ ഹൈവേയിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ നാഷണൽ ഹൈവേയിൽ നിൽക്കുമ്പോഴത്തേക്കും അങ്ങ് ദൂരെ നോക്കിയാൽ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെ കാണാൻ കഴിയും. ദൂരെ നോക്കുമ്പോഴത്തേക്കും അവിടെ വെള്ളം കെട്ടി നിൽക്കുക. പക്ഷെ വണ്ടി ഓടിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ എങ്ങും ഒരു തുള്ളി വെള്ളം പോലും കാണാൻ സാധിക്കുകയില്ല. സ്തോത്രം. അപ്പം അതുപോലെ തന്നെ മരുഭൂമിയിൽ നാം നോക്കുമ്പോഴത്തേക്കും ദൂരെ അങ്ങ് കാണുമ്പോഴത്തേക്കും എന്തു പറയണ്ടേ, അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രതീതി, ഒരു കാര്യം നമുക്ക് അവിടെ തോന്നുവാനിടയായിത്തീരും. അവിടെ യഥാർത്ഥത്തിൽ വെള്ളമുണ്ടോ? ഇല്ല, യഥാർത്ഥത്തിൽ വെള്ളമില്ല. പക്ഷെ അതൊരു തോന്നൽ മാത്രമാണ്. നമ്മുടെ കാഴ്ചയെ എന്താ പറയുക, വഞ്ചിക്കുന്ന ഒരു കാഴ്ച മാത്രമാണ്. മരീചിക, അതിനെ പറയുകയാണ് മരീചിക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ഉഷ്ണത്തിലൂടെ, ഈ വെയിലിലൂടെ, ഈ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നതായ ആട്ടിൻകൂട്ടത്തിൽ ചില ആടുകളൊക്കെ ദൂരേക്ക് ഒന്ന് നോക്കുമ്പോൾ നല്ല ഇടയന്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാ. അപ്പം നല്ല ഇടയൻ ആ യെരുശലേമിലേക്ക് നമ്മെ നയിച്ചും കൊണ്ടിരിക്കുകയാ. ആ ഇടയന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ, അവന്റെ ശബ്ദം കേട്ട് ആ ഇടയന്റെ പിന്നാലെ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെരുശലേമിൽ എത്തിച്ചേരുവാൻ സാധിക്കും. അവിടെ നമുക്ക് ആവശ്യമായ എല്ലാ നന്മകളുമുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? പുറകെ നിൽക്കുന്ന കുറച്ച് ആടുകളൊക്കെ ദൂരെ മരുഭൂമിയുടെ നടുവിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ മരീചികയുടെ എഫക്റ്റ്,
സ്തോത്രം. അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെ അങ്ങോട്ട് ഓടിയാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ എങ്ങും വെള്ളം കാണാൻ സാധിക്കുകയില്ല. അവരതിന്റെ പുറകെ ഓടി 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 ക്ഷീണിച്ച് ആ മരുഭൂമിയിൽ കുഴഞ്ഞു വീണ് സ്തോത്രം അവിടെ തളർന്ന് അവരവിടെ നശിച്ചു പോകാനേ സ്തോത്രം ആ വെയിലും ആ ചൂടും അവിടെയുള്ളതായ ഉഷ്ണവും എല്ലാം തട്ടി അവിടെ അവർ നശിച്ചു തീരുകയോ ചെയ്യുകയുള്ളൂ. ആ ആടുകൾ അവിടെ അവരുടെ ജീവൻ നശിപ്പിക്കേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിൻ്റെ ശബ്ദം കേട്ട്, കർത്താവിൻ്റെ വാക്ക് കേട്ട്, കർത്താവിൻ്റെ ആ കൽപ്പനകൾ അനുസരിക്കുവാൻ കഴിയാതെ കൊണ്ട് ഈ ലോകത്തിലെ മരീചികകളിലേക്ക് വിശ്വാസ സമൂഹം നോക്കുകയാണെങ്കിൽ, ദൈവ പൈതൽ നോക്കുകയാണെങ്കിൽ, അവർക്ക് ദൈവമായ കർത്താവ് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ യെരുശലേം, ആ ശുഭ തുറമുഖത്ത് എത്തിച്ചേരുവാൻ കഴിയുകയില്ല. ആ ഒരുക്കിയിരിക്കുന്നതായ എന്താ പറയണ്ടേ, ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ വിശ്വാസിക്ക് കഴിയുകയില്ല. ഈ ഭൂമിയിലെ മരീചികകളിൽ നോക്കി അതിന്റെ പിന്നാലെ സഞ്ചരിക്കുകയാണെങ്കിൽ, അതിന്റെ പിന്നാലെ ഓടുകയാണെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ നശിച്ചു പോകുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് പറയുകയാണ്, മരീചികയും വെയിലും അവരെ ബാധിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അടുത്ത വാഗ്ദത്തമാ, അല്ലെങ്കിൽ കർത്താവിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആ കർത്താവോട് പറയുന്നത്, മരീചികയും വെയിലും അവർക്ക് ബാധിക്കുകയില്ല. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരു മരീചികയും നമ്മെ തൊടുകയില്ല, ഒരു വെയിലും നമ്മെ തൊടുകയില്ല. നാം എന്ത് ചെയ്യണം? ആ നല്ലിടയന്റെ ശബ്ദം കേട്ട് അവനെ തന്നെ പിൻഗമിക്കുവാനിടയായിത്തീരണം. ആ നല്ലിടയനെ വിട്ട മരീചികയിലേക്ക് നോക്കി നാം ഓടിയാൽ നശിച്ചു പോകുവാനിടയായിത്തീരും. നാം ഈ ലോകത്തിൽ പട്ടുപോകുവാനിടയായിത്തീരും. ആമേൻ സഹോദരൻ. പിന്തിരിഞ്ഞു പോയവരുടെ ഗണത്തിൽ നാം എണ്ണപ്പെടുവാനിടയായിത്തീരും. സ്തോത്രം. എന്നാൽ നല്ലിടയനായ കർത്താവിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട്, അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ, അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ തുറമുഖത്ത് എത്തിച്ചേരുവാൻ, ആ വാഗ്ദത്ത യെരുശലേമിൽ എത്തിച്ചേരുവാൻ നമ്മെ കൊണ്ട് കർത്താവ് സഹായിക്കും, നമുക്കിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അടുത്ത കാര്യമാണ് അവിടെ പറയുന്നത്, അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറവുകൾക്കരികെ അവരെ കൊണ്ടുപോകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമ്മോട് എങ്ങനെയാ അടുത്തു വരുന്നത്? ഇവിടെ പറയുകയാണ്, കരുണയുള്ളവൻ, അവരോട് കരുണയുള്ളവൻ. സ്തോത്രം. നമുക്ക് എപ്പോഴാ ഒരു ആളോട് കരുണ തോന്നുന്നത്, ഒരു കമ്പാഷൻ നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നത്? നമ്മേക്കാൾ ഒരു പരിതാപകരമായ സിറ്റുവേഷനിൽ കിടക്കുന്ന, അല്ലെങ്കിൽ നടക്കുന്ന, ജീവിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് ഒരു കമ്പാഷൻ, ഒരു ആർദ്രത, ഒരു കരുണ തോന്നും. സ്തോത്രം. യേശു കർത്താവ് പല രോഗികളെയും കണ്ടിട്ട് അവരോട് മനസ്സലിഞ്ഞ കർത്താവ് അവരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അവരോട് കർത്താവിന് കരുണ തോന്നി. അപ്പം കർത്താവ് പറയുകയാണ്, ആമേൻ സ്തോത്രം, അവരോട് കരുണ തോന്നി. ഈ വാക്യം പറയുകയാണ്, അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, കർത്താവിനറിയാം നമ്മളൊന്നും സ്തോത്രം കർത്താവിന്റെ പിന്നാലെ സഞ്ചരിക്കുവാനായിട്ട് ശക്തിയുള്ളവരല്ല, ബലമുള്ളവരല്ല. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച്, കർത്താവ് പറയുന്നത് അതുപോലെ തന്നെ അനുസരിച്ച് അവന്റെ പിന്നാലെ ഗമിക്കുവാനായിട്ട് നമുക്ക് ശക്തിയില്ല, നമുക്ക് കഴിവില്ല, നമ്മെ കൊണ്ട് സാധിക്കുകയില്ല. കർത്താവിനറിയാം. അതുകൊണ്ടാ ഈ വാക്യം പറയുന്നത്, എന്നോട് കരുണയുള്ളവൻ, അവരോട് കരുണയുള്ളവൻ. അവിടെ പറയുകയാണ്, അവരെ വഴി നടത്തുകയും നീരുറവുകൾക്കരികെ അവരെ കൊണ്ടുപോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് ഒരിക്കൽ ഒരു ഉത്സവത്തിന്റെ സമയത്ത് യെരുശലേമിൽ നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവരേവരും എൻ്റെ അടുക്കൽ വരുവിൻ. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവന്റെ ജലം ഞാൻ നൽകാമെന്ന് കർത്താവ് പറയുവാനിടയായിത്തീർന്നു. സ്തോത്രം. ദാഹിക്കുന്നവനേവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് കരുണയുള്ളവനാണ്. കർത്താവിന്റെ കൽപ്പനകൾ കേട്ട് അതനുസരിച്ച് പൂർണ്ണമായി, പൂർണ്ണ ഹൃദയത്തോടെ ഒരു മനുഷ്യനായ വ്യക്തിക്ക് അവന്റെ പിന്നാലെ ഗമിക്കുവാൻ, സഞ്ചരിക്കുവാൻ കഴിയുകയില്ല എന്ന് കർത്താവിനും അറിയാം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ആമേൻ, അവനോട് കരുണയുള്ളവൻ, എനിക്ക് അവരോട് കരുണ തോന്നുന്നു, ഞാൻ അവരെ നടത്തും. എവിടേക്ക് നടത്തും? ജീവനുള്ള സ്തോത്രം ആ നീരുറവിങ്കിലേക്ക്,
അവൻ വഴി നടത്തുകയും ചെയ്യും. നീരുറവുകൾക്കരികെ അവരെ കൊണ്ടുപോവുകയും അതിലേക്ക് അവരെ വഴി നടത്തുകയും ചെയ്യും. അവർ അതിൽ നിന്ന് കുടിക്കട്ടെ. അത് അവർക്ക് ജീവനായി, നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി അവരുടെ ഹൃദയത്തിൽ അത് പ്രവർത്തിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം, കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് യെശയ്യാ പ്രവാചകനിലൂടെ, ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും അവര് അറിയും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, യഹോവ തന്നെ നിത്യദൈവം, യഹോവ തന്നെ ജീവനുള്ള ദൈവം. അവൻ നമ്മെ വിടുവിക്കുന്നവൻ. അവനായി നാം കാത്തിരിക്കുകയാണെങ്കിൽ അവൻ നാം ലജ്ജിച്ചു പോകാതെ, സ്തോത്രം, നമ്മെ താങ്ങുന്ന കർത്താവാണെന്ന് അവൻ നമ്മെ അറിയിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം എന്താ ചെയ്യേണ്ടതെന്ന് കണ്ടു. ആമേൻ. മറ്റൊന്നും ചെയ്യേണ്ട. അവന്റെ ശബ്ദം കേട്ട് അവന്റെ പിന്നാലെ സഞ്ചരിച്ചാൽ മതി. അവന് നമ്മോട് കരുണയുള്ള ദൈവമാണ്. അവൻ നമ്മെ ജീവനുള്ള നീരുറവെങ്കിലേക്ക് നടത്തുവാനിടയായിത്തീരും. ഈ മരുഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ആമേൻ, മരീചികയും വെയിലും നമ്മെ തൊടാതെ, വിശപ്പും ദാഹവും ഇല്ലാതെ തൃപ്തിയോടുകൂടെ കർത്താവ് നമ്മെ നടത്തുവാനിടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. തൃപ്തിയോടുകൂടെ നാം നടക്കണമെങ്കിൽ, ആമേൻ, സ്തോത്രം, എന്താ നാം ചെയ്യേണ്ടത്? കർത്താവിന്റെ വചനങ്ങൾ കണ്ടെത്തി അത് ഭക്ഷിക്കുന്നവരായി തീരണം. നമ്മുടെ ആത്മാവിന്റെ വിശപ്പും ദാഹവും തിരിച്ചറിഞ്ഞ അതിനുവേണ്ടതായ ആമേൻ ഭക്ഷണം നാം കണ്ടെത്തി ദൈവവചനത്തിൽ നിന്ന്, കർത്താവിന്റെ വചനത്തിൽ നിന്ന് കണ്ടെത്തി ഭക്ഷിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ല എങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ, നമ്മുടെ ആത്മാവ് തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. വിശന്നും ദാഹിച്ചും വലഞ്ഞും ഈ മരീചിക എഫക്റ്റ് ഒക്കെ കണ്ട് മരീചികയുടെ പുറകെ പോയി ഈ ലോകത്തിൽ തന്നെ പട്ടുപോകുവാനായിട്ട് സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഇല്ലാത്തയിടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു എന്നാ പറയുന്നത്. കർത്താവിന്റെ വചനമില്ലാതെ ഒരു വിശ്വാസിയുടെ ഹൃദയം വരൾച്ച നിറഞ്ഞ മരുഭൂമിയായി മാറ്റപ്പെടുകയാണെങ്കിൽ, സ്തോത്രം, ജനം മര്യാദ വിട്ട് നടക്കും എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അറിയാതെ തന്നെ മരീചികയിലേക്കും ലോകത്തിലേക്കും മറ്റു പലതിലേക്കും ഇറങ്ങിപ്പോകുകയും മര്യാദയില്ലാത്ത, ദൈവികമായ ഭയമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് ആ വ്യക്തി മാറ്റപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ കർത്താവിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, കർത്താവിന്റെ വചനത്തിലേക്ക് നാം മടങ്ങി വരികയാണെങ്കിൽ, കർത്താവിന്റെ ശബ്ദം കേട്ട് അവനെ പിൻഗമിക്കുവാനായിട്ട് നാം മടങ്ങി വരികയാണെങ്കിൽ, കർത്താവ് നമ്മെ വിശപ്പും ദാഹവും ഇല്ലാതെ, മരീചികയും വെയിലും തൊടാതെ ജീവനുള്ള നീരുറവെങ്കിലേക്ക് കരുണയുള്ളവനായ കർത്താവ് വഴി നടത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.